നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ ജയലക്ഷ്മിയിൽ വലിയ തീപിടുത്തമായിരുന്നു ഇന്നലെ ഉണ്ടായത്. ഇതിൽ ജില്ലാ ഫയർ ഓഫീസർ ഇന്ന് റിപ്പോർട്ട് നൽകും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കും എന്നാണ് വിലയിരുത്തൽ. കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന്. നിഖിൽ, 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നമുക്ക് തീ അണയ്ക്കാൻ സാധിച്ചത്. ഈ പ്രാഥമിക വിലയിരുത്തൽ ഒപ്പം നാശനഷ്ടങ്ങളുടെ കാര്യത്തിലുള്ള ഒരു കണക്ക് ഇതെല്ലാം കൃത്യമായി ലഭ്യമായിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജയലക്ഷ്മിയിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി ഉണ്ടായ തീപിടുത്തം ഏതാണ്ട് 6 മണിക്കൂർ എടുത്താണ് പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കി അത് അണയ്ക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് 20 യൂണിറ്റ് ഫയർ എഞ്ചിനുകളാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. എന്ന് മാത്രമല്ല, കരിപ്പൂരിൽ നിന്നുള്ള അല്പം കൂടി വിദഗ്ധ സംവിധാനങ്ങളുള്ള ഫയർ എഞ്ചിൻ കൂടി എത്തിയതോടുകൂടിയാണ് പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഈ തീപിടുത്തത്തിൽ ഇന്നിപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൈമാറും. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യം. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം ഇന്ന് പരിശോധിക്കും. ഈ ടെക്സ്റ്റൈൽസിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമ്പോൾ എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാകും. ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇതൊരു നല്ല ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നെങ്കിൽ, ഒരുപക്ഷെ അല്പം കൂടി കഴിഞ്ഞ് ഈ റമദാനോട് അടുക്കുന്ന ദിവസങ്ങളായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ ടെക്സ്റ്റൈൽസിനുള്ളിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവരെ ഒഴിപ്പിക്കാൻ വലിയ രീതിയിൽ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നിരിക്കെ പോലും അവരെ വളരെ വേഗത്തിൽ ഒഴിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആർക്കും തന്നെ പരിക്കില്ലാതെ ആകെ 1-2 പേർക്ക് മാത്രമേ പരിക്കുള്ളൂ. ബാക്കി മുഴുവൻ പേരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നെങ്കിൽ ഒരുപാടധികം ആളുകൾ അവിടെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും 6 മണിക്കൂറിലേറെ സമയമെടുത്താണ് ഫയർഫോഴ്സ് സംഘം വളരെ ശ്രമകരമായിക്കൊണ്ട് ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും കോടികളുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ. ഈ വസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് കത്തി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് വിലയിരുത്തൽ. അത് എത്ര എന്നുള്ളത് അത് കണക്കാക്കപ്പെട്ടിട്ടില്ല. 2ാം നിലയിൽ നിന്ന് തുടങ്ങി 3ലേക്ക് പടർന്ന് 4ലേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ആദ്യം തീയണക്കാൻ കഴിഞ്ഞത് 4ാം നിലയിലാണ്, പിന്നീട് 3ാം നില, 2ാം നില, അങ്ങനെ ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾ അവിടെ ഉണ്ടാകും. ഈ ഫയർ വകുപ്പ് വിശദമായി കാര്യങ്ങൾ പരിശോധിക്കുകയും എവിടെയൊക്കെയാണ് തീ പിടിച്ചത്, എവിടെ നിന്നാണ് തീ പടർന്നു പിടിച്ചത്, എന്തായിരുന്നു കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. തുടർന്ന് മറ്റ് വകുപ്പുകളുടെയും പരിശോധനകൾ അവിടെ ഉണ്ടാകും. നേരത്തെ 2023-ലും സമാനമായ തരത്തിലൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണ് തുടർച്ചയായി തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കപ്പെടും. വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷമേ കാരണം സംബന്ധിച്ച കാര്യത്തിലെല്ലാം നമുക്കൊരു വ്യക്തത വരൂ. നിഖിൽ പ്രമേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.